പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ ചിത്രം ഉപയോഗിച്ചുള്ള ഭാരതരി വിതരണത്തിനെതിരെ പരാതിയുമായി സിപിഐഎം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളിലെ ലംഘനമെന്ന് കാട്ടി സിപിഎം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സിപിഎം പ്രതിഷേധത്തെ തുടർന്ന് അരി വിതരണം മാറ്റിവെച്ചു. എന്നാൽ ചട്ടലംഘനം നടന്നിട്ടില്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിശദീകരണം. എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഭാരതരി വിതരണം നിർവഹിക്കുമെന്ന് കാണിച്ച ബി.ജെ.പി. പ്രവർത്തകർ ഇന്നലെ മുതലാണ് പാലക്കാട് കൊടുമ്പിൽ പ്രചരണം നടത്തിയത്. പരിപാടിയുടെ പോസ്റ്റർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ പ്രദേശത്തെ സിപിഎം പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സി കൃഷ്ണകുമാറിന്റെയും ചിത്രങ്ങളാണ് അരി വിതരണത്തിന്റെ ഭാഗമായുള്ള പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കെ സർക്കാർ പദ്ധതി എൻ.ഡി.എ സ്ഥാനാർത്ഥിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ചട്ടലംഘനമാണെന്നാണ് സിപിഐഎമ്മിന്റെ പരാതി. ഭാരതരിയുടെ വിതരണം എന്നുള്ളതല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നവും ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നതിനെയും അതിനുവേണ്ടിയാണ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അരി നൽകുന്നു എന്നും തിരിച്ച് വോട്ട് ചെയ്യണം എന്ന നിലയിലുള്ള അഭ്യർത്ഥനയും നടത്തുന്നതിനെതിരെയാണ്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. എന്നാൽ സിപിഎം ആരോപണം നിഷേധിച്ച ബി.ജെ.പി. രംഗത്തെത്തി. ഭാരതരി കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വിതരണം നടക്കും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ വില കൊടുത്ത് അരി വാങ്ങി കഴിക്കേണ്ട ഒരവസ്ഥ ഉള്ള ഈ കേരളത്തിൽ അവർക്കൊരാശ്വാസം ആവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നൊരു സംവിധാനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതൊക്കെ കള്ളപ്രചരണമാണ്. ഇതൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കാണ് സിപിഐഎം പരാതി നൽകിയത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അരി വിതരണം നിർത്തിവെക്കണമെന്നും സിപിഎം പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.